മഹാഭാരതത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ സൂതൻ സജ്ജനങ്ങൾക്കായി ഭാർഗവ വംശ ചരിത്രത്തെപ്പറ്റി വിസ്തരിക്കുന്നതാണ് പറഞ്ഞത്. ഭാർഗവ വംശ ചരിത്രത്തെപ്പറ്റി മനസ്സിലാക്കിയ ശൗനകനെ ഇപ്പോൾ ജനമേജയൻ്റെ സർപ്പസത്രം നിർത്തിവെക്കാനിടയായ ആസ്തിക മുനിയെപ്പറ്റിയും ജനമേജയൻ്റെ സർപ്പസത്രത്തെപ്പറ്റിയും അറിയാൻ ആഗ്രഹമുണ്ടായി. ആരാണ് ആസ്തികൻ? ആരുടെ പുത്രനാണ് ആസ്തികൻ? എന്തിനാണ് യാഗാഗ്നിയിൽ നിന്നും സർപ്പങ്ങളെ ആസ്തികൻ രക്ഷിച്ചത്? ഇതെല്ലാം കേൾക്കാൻ ശൗനകന് വളരെ താല്പര്യമുണ്ടായി. ശൗനകന്റെ ആഗ്രഹമറിഞ്ഞ സൂതൻ വീണ്ടും കഥ പറയുവാനായി ആരംഭിച്ചു. പണ്ട് ജരൽക്കാരു എന്നു പേരായ അതിതപസ്വിയായ ഒരു മഹാത്മാവുണ്ടായിരുന്നു. ചെറുപ്പം മുതലേ ഒരു താപസ്യയുടെ എല്ലാവിധ ഗുണങ്ങളും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. മറ്റെല്ലാ കാര്യങ്ങളിലും വിരക്തിയും ബ്രഹ്മചാരിയും ഉറച്ച മനസ്സോടു കൂടിയവനുമായിരുന്നു ജരൽക്കാരു. ഊണും ഉറക്കവും ഭക്ഷണവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാ സമയവും ഈശ്വര ധ്യാനത്തിൽ ഏർപ്പെട്ടു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ദേഹം അസ്ഥി മാത്രമുള്ളതായി തീർന്നു. ശരിക്കും പറഞ്ഞാൽ ജീവൻ നിലനിൽക്കുന്ന ഒരു അസ്ഥിക്കൂടം. എങ്കിലും ആ ബ്രഹ്മ തേജസ് കൊണ്ട് അദ്ദേഹം ഇതുവരെ അനുഷ്ഠിച്ചു പോകുന്ന തപസ്സിൻ്റെ ശക്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം കത്തിജ്വലിക്കുന്ന അഗ്നിയെപ്പോലെ തിളങ്ങുന്ന ഒന്നായിരുന്നു. ഒരു ദിവസം അദ്ദേഹം കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു മലയിടുക്കിൽ തല കീഴായി തൂങ്ങിക്കിടക്കുന്ന പിതൃക്കളെ കാണുവാനിടയായി. അപ്പം എലികളും അടയുണ്ടാക്കിയത് കൊണ്ട് ഇപ്പം വീഴുമെന്ന നിലയിൽ നിൽക്കുന്ന പുൽക്കൊടിയിലാണ് ഈ പിതൃക്കൾ തൂങ്ങിക്കിടക്കുന്നത്. അപ്പം ഇത് കണ്ട് ആശ്ചര്യപ്പെട്ടുകൊണ്ട് ജരൽക്കാരു ഇവരോട് ചോദിക്കും, നിങ്ങൾ ആരാണ്? എന്താണ് ഇത്രയും അപകടകരമായിട്ടുള്ള നിലയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് എന്ന്. അപ്പോൾ പിതൃക്കൾ ജരൽക്കാരുവിനോട് പറയും, യായാവരന്മാരെന്ന് പറയുന്ന ഋഷിമാരാണ് ഞങ്ങൾ. കഠിനമായ തപസ് അനുഷ്ഠിച്ചിരുന്ന താപസന്മാരായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞങ്ങളുടെ വംശത്തിൽ സന്തതികളൊന്നുമില്ലാത്തതിനാൽ അധോഗതി പ്രാപിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ കുലത്തിലാകട്ടെ ജരൽക്കാരു എന്ന ഒരു സന്തതി മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. അവനാകട്ടെ വിവാഹമൊന്നും കഴിക്കാതെ താപസ്വിയായി കൊണ്ട് നടക്കുകയാണ്. അവനും പുത്രനൊന്നും ഉണ്ടാകാത്തതിനാൽ അവരുടെ പിതൃക്കളും പിതാമഹന്മാരും അവരുടെ പിതാമഹന്മാരും അങ്ങനെ വരുന്ന 3 തലമുറക്കാർ അധോലോകത്തിലേക്ക് പതിക്കുവാൻ പോവുകയാണ്. അത് നിൽക്കട്ടെ, ഞങ്ങളോട് ഇത്തരം കാര്യങ്ങളെല്ലാം ചോദിക്കുന്ന നീ ആരാണ്? പിതൃക്കൾ ജരൽക്കാരുവിനോട് ചോദിക്കും. ഇത് കേട്ട് ജരൽക്കാരു പറയും, പിതൃക്കളെ, നിങ്ങളുടെ വംശത്തിൽ പിറന്ന ആ ഹതഭാഗ്യനായ ജരൽക്കാരു ആണ് ഞാൻ. നിങ്ങളുടെ മോക്ഷത്തിനായി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആജ്ഞാപിച്ചാലും. ധർമ്മഫലങ്ങൾ കൊണ്ടും തപസ് കൊണ്ടും ഒന്നും മക്കൾക്കുള്ള ഗൃഹസ്ഥന്മാർക്ക് കിട്ടുന്ന ഗതി കിട്ടുകയില്ല. അതുകൊണ്ട് ഒരു പുത്രൻ ഉണ്ടാകുവാൻ വേണ്ടി നീ വിവാഹം ചെയ്യുക. അതുകൊണ്ട് മാത്രമേ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുകയുള്ളൂ. ഇത് തന്നെയാണ് ഞങ്ങൾക്ക് ഹിതമായിട്ടുള്ളതും. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിച്ചു പറയുന്നത് കേട്ടപ്പോൾ ജരൽക്കാർ പറയും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാനൊരു വിവാഹം ചെയ്യാം. എന്നാൽ ഇത്രയും വിരൂപനായിട്ടുള്ള എനിക്ക് വേണ്ടി ആരാണ് കന്യാദാനം ചെയ്യുക? ഇനി ആരെങ്കിലും ഭിക്ഷയായി തരികയാണെങ്കിൽ എൻ്റെ പേരുള്ള ഒരു കുട്ടിയെ ഞാൻ വിവാഹം കഴിച്ച് നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾ അനുഗ്രഹിച്ചാലും. ഇത്രയും പറഞ്ഞ് ജരൽക്കാരു അനുരൂപയായിട്ടുള്ള ഒരു പത്നിയെ അന്വേഷിച്ച് ഭൂമിയിൽ പലയിടത്തും ചെന്നെത്തും. എന്നാൽ ജരൽക്കാരുവിന് താൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു സ്ത്രീയെ കണ്ടെത്തുവാനായി സാധിക്കില്ല. അങ്ങനെ നിരാശനായ ജരൽക്കാരു പിന്നീട് ഒരു കാട്ടിൽ ചെന്നിട്ട് പിതൃവാക്യം ഓർത്തുകൊണ്ട് 3 പ്രാവശ്യം ഉറക്കെ കന്യാഭിക്ഷ യാചിക്കും. അപ്പോൾ അവിടെ വാസുകി തൻ്റെ ഇളയ സഹോദരിയോടുകൂടി പ്രത്യക്ഷനാകും. വാസുകിയുടെ ഇളയ സഹോദരിയുടെ പേരും ജരൽക്കാരു എന്ന് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാം ഒത്തുചേർന്നിട്ടുള്ള ഒരു സ്ത്രീ. വാസുകി സന്തോഷപൂർവ്വം തൻ്റെ സഹോദരിയെ ജരൽക്കാരുവിന് കന്യാദാനമായി നൽകി. അങ്ങനെ ജരൽക്കാരു വാസുകിയുടെ സഹോദരിയെ വിധിയാം വണ്ണം വിവാഹം ചെയ്ത് സുഖമായി താമസിച്ചു. എന്തുകൊണ്ടാണ് വാസുകി തൻ്റെ സഹോദരിയെ ജരൽക്കാരുവിന് കന്യാദാനമായി നൽകിയത് എന്നറിയാമോ? പണ്ട് സർപ്പമാതാവായിട്ടുള്ള കദ്രു ഈ നാഗങ്ങളെയെല്ലാം ശപിച്ചിരുന്നു. നിങ്ങളെല്ലാം ജനമേജയൻ്റെ യാഗാഗ്നിയിൽ വീണ് ചാകട്ടെ എന്ന്. ആ ശാപത്തിൽ നിന്ന് സർപ്പങ്ങളെ രക്ഷിക്കുവാൻ ജരൽക്കാരുവിന് വാസുകിയുടെ സഹോദരിയിൽ ഉണ്ടാകുന്ന പുത്രന് മാത്രമേ രക്ഷിക്കുവാനായി സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് വാസുകി തൻ്റെ സഹോദരിയെ അദ്ദേഹത്തിന് കന്യാദാനമായി നൽകിയത്. ക്രമേണ അവർക്ക് അതിതേജസ്വിയായിട്ടുള്ള ഒരു പുത്രൻ ഉണ്ടാവും.
ഈ പുത്രൻ്റെ പേരാണ് ആസ്തികൻ. വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും എല്ലാം മികവുറ്റവനായി ആസ്തികൻ വളർന്നു വന്നു. അങ്ങനെ കലാന്തരത്തിൽ തൻ്റെ പിതാവായ പരീക്ഷിത്തിൻ്റെ ഘാതകനായ തക്ഷകനോടുള്ള പക വീട്ടുന്നതിനായി പരീക്ഷിത്തിൻ്റെ പുത്രനായ ജനമേജയൻ സർപ്പസത്രം നടത്തുകയുണ്ടായി. ആ സമയം ജരൽക്കാരുവിൻ്റെ പുത്രനായ ആസ്തികനാണ് ഈ സർപ്പസത്രത്തിൽ നിന്നും സർപ്പങ്ങളെയൊക്കെ മോചിപ്പിച്ചത്. തൻ്റെ മാതാവിൻ്റെ വംശത്തിൽപ്പെട്ട എല്ലാവരെയും ആസ്തികൻ അങ്ങനെ രക്ഷിച്ചു. ആസ്തികൻ നിമിത്തം പിതൃക്കൾക്ക് മോക്ഷം ലഭിച്ച് അവർ സ്വർഗം പോകി. പിന്നീടുള്ള കാലം ആസ്തികൻ സുഖമായി ജീവിച്ചു.